الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുമ്പ് പരിചയമില്ലാത്ത വിധത്തിൽ നാം ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. താൽക്കാലികമെങ്കിലും ഒരു വേനൽ മഴ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥയും പ്രയാസങ്ങളും എത്രമാത്രമായിരിക്കുമെന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞതും അടക്കം പറയുന്നതുമായ സംഗതിയാണ്. രണ്ടാളുകൾ കൂടുന്നിടത്തൊക്കെ ചർച്ച ചൂടിനെ സംബന്ധിച്ചാണ്. ഉഷ്ണതരംഗങ്ങൾ, സൂര്യാതപങ്ങൾ തുടങ്ങി പുതിയ പുതിയ അപകട മുന്നറിയിപ്പുകളും അതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള അപകടങ്ങളും മരണം വരെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ശർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരമൊരു സന്ദർഭത്തിൽ തണലിന്റെ പ്രാധാന്യവും ആവശ്യകതയും അതിന്റെ മഹത്വവുമൊക്കെ ആർക്കും പറയാതെ തന്നെ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്ന സംഗതിയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ
ഒരു ചെറിയ തണലെങ്കിലും കിട്ടിയാൽ അത് എത്രമാത്രം ആശ്വാസമാണ് എന്നുള്ളത് അനുഭവിച്ച് അതിന്റെ സുഖം മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. ആ കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ പൂർവികരുടെ അധ്വാനത്തിന്റെയും കരുതലിന്റെയും ഫലമാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻഗാമികൾ വെച്ചുപിടിപ്പിച്ച മരങ്ങളെയും തണലുകളെയും ഒക്കെ വെട്ടി നശിപ്പിക്കുന്ന ആളുകളാകരുത്. മറിച്ച് വരുന്ന തലമുറക്ക് ഒരു കരുതലാകാൻ നമുക്ക് സാധിക്കണം. ഒരു മരം മുറിക്കേണ്ടി വന്നാൽ 2 മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം. കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല നെയ്യത്തോടുകൂടി ചെയ്യുന്ന ഏത് ചെറിയ കർമ്മവും പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയും പ്രതിഫലവുമുള്ള കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. നാം നട്ടു വളർത്തുന്ന ഒരു ചെടി പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ, ഏതൊരു സത്യവിശ്വാസി, ഏതൊരു മുസ്ലിം ഒരു തൈ നട്ടുപിടിപ്പിക്കുന്നുവോ, ഔ യസ്റഉ സർഅ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃഷി ഇറക്കുന്നുവോ, ഫയഅകുലു മിൻഹു ത്വയ്റുൻ, അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടായി ഏതെങ്കിലും പക്ഷികൾ അത് തിന്നുകൊണ്ടുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ അത് ഭക്ഷിച്ചു, ഔ ഇൻസാനുൻ ഔ ബഹീമ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാർ അത് അതിന്റെ തണൽ പറ്റുകയും അതിന്റെ പഴങ്ങൾ കഴിക്കുകയും ചെയ്താൽ ഇല്ലാ കാന ലഹു സ്വദഖ, അത് നട്ട സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം സ്വദഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ ഞാൻ പ്രായമായി, ഇനി അതിൽ നിന്നൊരു അനുഭവം അല്ലെങ്കിൽ അതിന്റെ ഒരു സുഖം അനുഭവിക്കാൻ എനിക്കൊന്നും യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് പ്രായം ചെന്ന ആളുകൾ അതിനെ നിസ്സാരമാക്കുകയോ അത് മുടക്കുകയോ അതിനോട് മടി കാണിക്കുകയോ ചെയ്യുന്ന രീതിയും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മരിക്കും അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നറിഞ്ഞാൽ പോലും ഇൻ ഖാമത്തിസ് സാഅതു വഫീ യദി അഹദികും ഫസീല, നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെറിയ തൈയുണ്ട് എന്ന് സങ്കല്പിക്കുക. നടാൻ പറ്റിയ ഒരു ചെടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫൈൻ ഇസ്തതാഅ അൻ ലാ തഖൂമ ഹത്താ യഗ്രിസഹ, അത് നട്ടിരിക്കണമെന്നാണ്. നാളെ ഖിയാമത്ത് നാളാണ്, അല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, അങ്ങനെ മരിക്കുമെന്ന് ഉറപ്പുള്ള, നശിക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യമാണ് എങ്കിൽ പോലും എനിക്കതിന്റെ ഗുണം കിട്ടുകയില്ലല്ലോ എന്ന് ചിന്തിക്കുകയല്ല വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് അത് നടാൻ, ആ നന്മ ചെയ്യാൻ, അതിലൂടെ മറ്റാർക്കെങ്കിലും ഒരു ഗുണം കിട്ടാൻ ഒരു വിശ്വാസിക്ക് നിമിത്തമാകാൻ സാധിച്ചാൽ അതിന് മുടക്കം നിൽക്കരുത്, തടസ്സം നിൽക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. നിലക്കാത്ത പുണ്യമായി, ജാരിയായ സദഖയായി നമ്മുടെ ഖബറിലേക്കും പരലോകത്തേക്കും അത് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഫീഹി തർഗീബൻ അളീമ അലാ ഇഗ്തിനാമി ആഖിരി ഫുർസത്തി മിനൽ ഹയാത്ത്, ജീവിതത്തിന്റെ അവസാനത്തെ അവസരം, ലാസ്റ്റ് ചാൻസ്, ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ശക്തമായ പ്രേരണ ഈ ഹദീസിലുണ്ട്. അത് ഫീ സബീലി സർഇ മാ യൻതഫിഉ ബിഹി നാസ്, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും നട്ടുപിടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ബഅദ മൗതിഹി, തന്റെ മരണശേഷം ആളുകൾക്കത് ഉപകാരം കിട്ടുമെങ്കിൽ ഫയജ്രി ലഹു അജ്റുഹു, അതിന്റെ കൂലിയൊക്കെ ഇയാൾക്ക് ഒരു ജാരിയായ സദഖയായി എത്തിക്കൊണ്ടിരിക്കും. വതുക്തബു ലഹു സദഖതുഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അതിൽ നിന്ന് ആരൊക്കെ ഗുണമനുഭവിക്കുന്നുവോ അതിന്റെ ഒക്കെ ഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന് മുമ്പ് ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, നേരത്തെ കേട്ട ആ ഹദീസിന്റെ വിശദീകരണമായി, വമുഖ്തലാഹു അന്ന അജ്റ ദാലിക യസ്തമിറു മാ ദാമൽ ഗർസു അവി സർഉ മഅകൂലൻ മിൻഹു, നാം നടുന്ന ഒരു തൈ അല്ലെങ്കിൽ ഒരു നട്ടുപിടിപ്പിച്ച ഒരു മരം അത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ഗുണഫലങ്ങൾ ആർക്കൊക്കെ കിട്ടുന്നോ, അത് പക്ഷിമൃഗാദികൾക്കാകട്ടെ മനുഷ്യന്മാർക്കാകട്ടെ, അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചുപിടിപ്പിച്ച നട്ടുവളർത്തിയ മനുഷ്യൻ മരിച്ചുപോയാലും അത് നമ്മുടേതല്ല, ആ സ്ഥലം വിറ്റുപോയി, വേറെ ആരെങ്കിലും ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആ നന്മക്ക് നിമിത്തമായ നന്മ പ്രവർത്തിച്ച നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത്.
അതിനു മുമ്പ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേപോലെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ തൈകൾ അല്ലെങ്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും ഈ ഹദീസിലുണ്ട്. വഅന്ന അജ്റ ഫാഇലി ദാലിക മുസ്തമിറുൻ മാ ദാമൽ ഗിറാസു വസ്സർഉ വമാ തവല്ലദ മിൻഹു. നമ്മൾ നട്ടു വളർത്തിയ മരം അത് നിൽക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നീടുണ്ടാകുന്ന കായ്കനികളിൽ നിന്ന് തൈകളായി ചെടികളായി വേറെയും ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഒക്കെ പ്രതിഫലം ആ ഒന്നാമത്തെ പ്രവർത്തിക്ക് തുടക്കം കുറിച്ച് അതിന്റെ ഭാഗമായ നമുക്ക് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും എന്ന് പറഞ്ഞാൽ ഒരു മരം നമ്മൾ നട്ടു, അതിൽ നിന്ന് കുറെ കായ്കൾ ഉണ്ടായി, അത് ആരൊക്കെയോ തിന്നു, ആരൊക്കെയോ എവിടെയോ കൊണ്ടുപോയി നട്ടു. അങ്ങനെ അതിന്റെ ഗുണിതങ്ങളായി ആ നന്മകൾ വരുമ്പോ അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പരലോകത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പടച്ച റബ്ബിന്റെ പ്രതിഫലത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ ആർക്കെങ്കിലും കൂലി കൊടുക്കുന്നത് പോലെയല്ല. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, മനുഷ്യന്മാർ ചെയ്തതും അതിന്റെ അനന്തരഫലവും നാം രേഖപ്പെടുത്തുന്നു എന്നാണ്. അത് പടച്ച റബ്ബിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. ഒരാൾ ചെയ്ത നന്മ അത് നമുക്ക് കാണാനും അറിയാനും സാധിക്കും. പക്ഷെ അതിന്റെ അനന്തരഫലങ്ങൾ അത് ആർക്കൊക്കെ ഗുണപരമായി കിട്ടി, അത് എത്രയോ മൾട്ടിപ്പിളായി അതിന്റെ ഗുണിതങ്ങളായ ആളുകളിലേക്ക് 10 മടങ്ങുകളായി എത്തുന്നു എന്നത് പടച്ചറബിനറിയാം. ആ നട്ട മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും അത് ആരൊക്കെ അനുഭവിക്കുന്നുവോ, മനുഷ്യന്മാരാകാം, മൃഗങ്ങളാകാം, പക്ഷികളാകാം, ജന്തുക്കളാകാം, ആരും വകുല്ലു ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് മാത്രമല്ല അതിന്റെ അനന്തരഫലവും അള്ളാഹു അറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചൂട് ലഘൂകരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ മാത്രമല്ല, എന്റെ പരലോകത്തേക്കുള്ള പുണ്യം എന്ന നിലയിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മതപരമായ ഒരു കാര്യം കൂടിയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തുക എന്നത്. നമ്മുടെ കാലശേഷവും ആളുകൾക്ക് അനുഭവിക്കാൻ, ആളുകൾക്ക് പറയാൻ കഴിയണം ആ നല്ല മനുഷ്യൻ വെച്ചതാണ് ആ മരം, അതിന്റെ തണൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്നത്. അതേപോലെ ചൂട് ലഘൂകരിക്കുവാനുള്ള മറ്റു മാർഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ രംഗത്തെ ഡോക്ടർമാരും അതേപോലെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും. വെള്ളം ആവശ്യത്തിന് നമ്മൾ കുടിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ദാഹം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഓയിലി ഫുഡുകൾ പരമാവധി ഒഴിവാക്കണം. അതേപോലെ തന്നെ തീയിടുന്ന, പ്ലാസ്റ്റിക് കത്തിക്കുന്ന സ്വഭാവം അത് ക്രൂരതയാണ്. നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരോടും ചെയ്യുന്ന അന്യായമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ദുനിയാവിലെ തണലിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പരലോകത്തിന്റെ വിഷയത്തിലും അവിടെയും തണൽ നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില ചെടികളും തൈകളും വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. അപ്പൊ ചോദിച്ചു, യാ അബാ ഹുറൈറ മല്ലദി തഗ്രിസ്, അല്ലയോ അബൂ ഹുറൈറ, താങ്കൾ എന്താണ് നട്ടുകൊണ്ടിരിക്കുന്നത്? ആ കൃഷിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗിറാസൻ ലി, പ്രവാചകരെ, എന്റെ ചില കൃഷിയും അതേപോലെ തന്നെ ചെടികളും ഒക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലാ അദുല്ലുക അലാ ഗിറാസിൻ ഖൈരിൻ ലക മിൻ ഹാദാ, ഈ ദുനിയാവിലെ ചെടികളെക്കാൾ നിനക്ക് ഉത്തമകരമായ ശ്രേഷ്ഠമായ വേറെ ചില ചെടികളെ സംബന്ധിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു തന്നാലും. സ്വഹാബത്ത് അങ്ങനെയാണ്. ഒരു നന്മ കേൾക്കാനും അറിയാനും അത് പ്രയോഗവൽക്കരിക്കുവാനും അവർ വല്ലാതെ ഉത്സാഹിച്ചിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈ കലിമാത്തുകൾ, തസ്ബീഹുകൾ, ദിക്റുകൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരു ന്യൂനതകളും കുറവുകളുമില്ലാത്ത. മനുഷ്യന്മാർ എന്തൊക്കെ ന്യൂനതകളും കുറവുകളും ആരിലെങ്കിലും ദർശിക്കുന്നോ അത്തരം ന്യൂനതകളും കുറവുകളൊന്നുമില്ലാത്ത പരിപൂർണനാണ് എന്റെ റബ്ബ് എന്ന പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന തസ്ബീഹ്. വൽഹംദുലില്ലാ, സകലമാന നന്മകളും ഈ ലോകത്ത് ആരൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അവർക്ക് നൽകിയത് പടച്ച റബ്ബാണ്. അവനെ സ്തുതിക്കുന്ന ഹംദ്, വൽഹംദുലില്ലാ.
വലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പടച്ച റബ്ബല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് മനസ്സറിഞ്ഞ് അത് ആദർശമായി പ്രഖ്യാപിക്കുന്ന തഹ്ലീൽ, വല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തക്ബീർ, ഇത് ചൊല്ലിയാൽ യുഗ്റസു ലക ബികുല്ലി വാഹിദത്തിൻ, നീ ഈ ചൊല്ലുന്ന ഓരോ ദിക്റുകൾക്കും തത്തുല്യമായി നിനക്ക് വേണ്ടി നടുന്നുണ്ട് ഷജറത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മരം. 4 ദിക്റ് ചൊല്ലിയാൽ 4 മരം നിങ്ങൾ ദുനിയാവിൽ വെച്ച് പിടിപ്പിക്കാൻ എത്ര സമയവും എത്ര അധ്വാനവും വേണ്ടിവരും. പക്ഷെ പരലോകത്തേക്കുള്ള സ്വർഗത്തിൽ നിങ്ങൾക്ക് മരമായി അത് കിട്ടും. അത് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏക്കർ കണക്കിന് വിശാലമായ തോട്ടങ്ങൾ നമുക്ക് പരലോകത്ത് വേണം, സ്വർഗത്തിൽ വേണം എന്ന് ഒരു കർഷക മനസ്സുള്ള ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ദിക്റുകൾക്ക്, ദുആകൾക്ക് അയാളുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ്. അതേപോലെ ഇവിടത്തെ കൊടും ചൂടും വിയർപ്പും ഒക്കെ നമുക്ക് അനുഭവിച്ചതാണ്, നമ്മൾ അതിന്റെ പ്രയാസം മനസ്സിലാക്കി. പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണ് പരലോകത്തുള്ള ചൂടും അവിടുത്തെ പ്രയാസങ്ങളും. അവിടെ തണല് കിട്ടണം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് യാസീനിലെ 55 മുതൽ 57 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് പോലെ അവിടെ വിജയം ലഭിക്കുന്ന സ്വർഗസ്ഥരായ ആളുകൾക്ക് തണല് കിട്ടും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, സ്വർഗവാസികളായ സ്വർഗത്തിന്റെ അവകാശികൾ ഇന്നേ ദിവസം അവർ പ്രത്യേകമായ ചില ജോലികളിൽ ഏർപ്പെട്ട് സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മടിയന്മാരായി അലസന്മാരായി ഉറങ്ങിത്തീർക്കുകയല്ല, അവർ ചില ജോലികളിൽ വ്യാപൃതരായി സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും പ്രത്യേകമായ തണലുകളിലാണ്. ളിലാൽ അലൽ അറായിക്, അതേപോലെ തന്നെ അലങ്കൃതമായ കട്ടിലുകളിൽ തണല് കൊണ്ട് അവർ കട്ടിലുകളിൽ ചാരിക്കിടക്കുകയാണ്. മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെയുണ്ട്. അവരെന്ത് ആഗ്രഹിക്കുന്നോ അതവിടെ കിട്ടും. യഥേഷ്ടം അവർക്ക് തിന്നുവാൻ ആസ്വദിക്കുവാൻ പറ്റിയ പഴവർഗ്ഗങ്ങൾ അവർക്ക് അവിടെയുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലെ തണലും ദുനിയാവിലെ മരങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നതുപോലെ അതിനേക്കാൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പരലോകത്തിന്റെ കാര്യം. ദുനിയാവിലെ തണലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ആളുകൾ വിശ്രമിക്കുന്ന തണലുകൾ, മരത്തിന്റെ ചുവട്ടിൽ, അതേപോലെയുള്ള വിശ്രമ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന രീതി, അതേപോലെ തന്നെ അവിടങ്ങളിലൊക്കെ മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്ന രീതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണ്. പ്രകൃതിയോടും തന്റെ സഹജീവികളോടും ചെയ്യുന്ന ക്രൂരതയാണ്, ദുൽമാണ്. എന്തെങ്കിലും ഒരു ചെറിയ മറവ് കിട്ടിയാൽ അവിടെ പോയി കാര്യം സാധിച്ചു വരുന്ന എത്രയോ ആളുകൾ 21ാം നൂറ്റാണ്ടിലെ പരിഷ്കൃതരായ ആളുകളുടെ കൂട്ടത്തിലും നമ്മൾ കാണുന്നു. പല സ്ഥലങ്ങളിലും അറച്ചു വെറുപ്പ് തോന്നുന്ന രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് കൊടുത്ത ഉപദേശത്തിൽ കാണുവാൻ സാധിക്കും. ഇത്തഖുൽ ലാഇനൈൻ, ശാപത്തിന്റെ 2 രംഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം, ആളുകൾ ശപിച്ചു പോകും. അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസ്, മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ നിന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ, അവർക്ക് മനുഷ്യന്മാരുടെ ശാപമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഔ ഫീ ദില്ലിഹിം, മനുഷ്യന്മാർ അല്പം ഒന്ന് വിശ്രമിക്കാൻ ഒരു തണല് കൊള്ളാൻ കയറി നിൽക്കുന്ന സ്ഥലത്ത് ഇതേപോലെ വൃത്തികേടുകളും മാലിന്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ മനസ്സ് നൊന്ത് ശപിക്കും. ആ ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ചില റിവായത്തിൽ കാണാം, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖളാഇൽ ഹാജതി തഹ്തൽ അസ്ജാരിൽ മുസ്മിറ, കായ്കനികൾ കിട്ടുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയി മലമൂത്ര വിസർജനം നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. വളിഫത്തിൻ നഹ്രിൽ ജാരി, അതേപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഓരത്തും ഈ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കേണ്ടതുമാണ്. അത് ദുനിയാവിലെ തണലിന്റെ കാര്യത്തിലാണെങ്കിൽ പരലോകത്തിന്റെ തണൽ അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. അവിടുത്തെ കൊടും ചൂട്, അവിടുത്തെ വിയർപ്പ്, അതിന്റെ അസഹ്യമായ അവസ്ഥാവിശേഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. മഹ്ശറയിൽ കോടാനുകോടി മനുഷ്യന്മാർ സമ്മേളിക്കുന്ന ആ ലോകത്ത് യഅറഖുന്നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാർ വിയർത്തു കുളിക്കും. ഹത്താ യദ്ഹബ അറഖുഹും ഫിൽ അർളി 70 ദിറാഅ,
ഓരോ മനുഷ്യരും അയാളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു 70 മുഴം 70 അടി ദൂരത്തേക്ക് അയാളുടെ വിയർപ്പ് ഒഴുകിയിട്ടുണ്ടായിരിക്കുമെന്നാണ്. വയുൽജിമുഹും ഹത്താ യബ്ലുഗ ആദാനഹും. അങ്ങനെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് ചില ആളുകളുടെ വിയർപ്പ് അവരുടെ കാതുവരെയും മൂക്കറ്റം വരെയും അവരെ മുക്കിയിട്ടുണ്ടാകും. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലുള്ള സംഗതിയാണ്. സൂര്യൻ തലക്ക് മീതെ കത്തിജ്വലിച്ചു നിൽക്കും. നീണ്ട കാത്തുനിൽപ്പാണ്. ദുനിയാവിലെ കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പും അവിടുത്തെ പ്രയാസങ്ങളും ഏറ്റവ്യത്യാസങ്ങൾ ഉണ്ടാകും. വിശ്വാസികൾ കറകളഞ്ഞ തൗഹീദിന്റെ തവക്കുലിന്റെ യഥാർത്ഥ ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ പോലെ ജീവിതം ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് ചില തണലുകളുണ്ട്, അവർക്ക് ചില ആശ്വാസങ്ങളുണ്ട്, അവർക്ക് തണുപ്പും വെള്ളവും ഒക്കെ അവിടെയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അല്ലാത്ത ആളുകൾ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിയർപ്പും മറ്റു പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നോക്കൂ. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ചായിരിക്കും വിയർപ്പിൽ മുങ്ങി നിൽക്കുക. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി. ചില ആളുകളുടെ കണങ്കാല് വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. അതേപോലെ വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി. വേറെ ചില ആളുകളുടെ കാല് മുട്ടുവരെയും അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വിയർപ്പ് തളം കെട്ടി നിന്ന് അതിൽ മുങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ്. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി. വേറെ ചില ആളുകളുടെ വിയർപ്പ് അവരുടെ അരക്കെട്ട് വരെയും ഉണ്ട് എന്നാണ്. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ. വേറെ ചില ആളുകളെ മൂക്ക് കയറിട്ട് പിടിച്ചതുപോലെ മൂക്കറ്റം വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതങ്ങനെ വിയർപ്പ് അങ്ങനെ ഒലിച്ചു പോവുകയില്ലേ? എങ്ങനെയാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുക? അതാണ് ദുനിയാവിൻ്റെത് പോലെയല്ല. പരലോകത്തെ ഓരോ സംഭവങ്ങളും ദുനിയാവുമായി നമ്മൾ താരതമ്യം ചെയ്താൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അത് വേറൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ സ്വഹാബത്ത് വിശദീകരിച്ചതൊക്കെ കാണാൻ സാധിക്കും. അന്നശംസ ലതദ്നു ഹത്താ യബ്ലുഗൽ അറഖു നിസ്ഫൽ ഉദുൻ. സൂര്യൻ ഓരോരുത്തരുടെയും അടുക്കലേക്ക് ഇറങ്ങി വരും, അഥവാ അടുത്ത് നിൽക്കും. അങ്ങനെ അവരുടെ വിയർപ്പ് കാതറ്റം വരെയും വരും എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം. ഇന്നൽ കാഫിറ ലയുൽജമു ബിഅറഖിഹി. അവിശ്വാസികളായ പടച്ചറബിനെ നിഷേധിച്ച സത്യനിഷേധികളായ ആളുകളെ ആ വിയർപ്പ് കടിഞ്ഞാണിട്ട് പിടിച്ചിട്ടുണ്ട് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ. മിൻ തൂലി ദാലിക്കൽ യൗമി ഹത്താ യഖൂൽ. ദീർഘമായ കാത്തുനിൽപ്പും ഈ അസഹ്യമായ ചൂടും വിയർപ്പും ഒക്കെ കാരണത്താൽ അവിശ്വാസികളായ ആളുകൾ പറയുമത്രേ, റബ്ബി അരിഹ്നി വലൗ ഇലന്നാർ. പടച്ചവനെ, എന്നെ ഇതിൽ നിന്ന് കഴിച്ചിലാക്കണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആശ്വാസം നൽകണേ, നരകത്തിലേക്കാണെങ്കിലും ഈ നൃത്തം അസഹ്യമാണ്, ഈ ചൂട് അസഹ്യമാണ്, ഈ വിയർപ്പ് സഹിക്കാനും താങ്ങാനും പറ്റുന്നില്ല എന്ന് പറയുമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ദുനിയാവിൻ്റെത് പോലെയല്ല, പരലോകത്ത് അങ്ങനെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചാൽ അതങ്ങനെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോരുത്തർക്കും പ്രത്യേകമായ അനുഭവങ്ങളായിട്ടായിരിക്കും അള്ളാഹു അവിടെയുള്ള ചൂടിനെയും വിയർപ്പിനെയും സംവിധാനിച്ചിട്ടുള്ളത്. അവിടെ തണല് കിട്ടാൻ, അവിടെ വെള്ളം കിട്ടാൻ, അവിടെ തണുപ്പ് കിട്ടാൻ നമ്മൾ ഇവിടെ തന്നെ ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, കരുതലുകൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരൊറ്റ ഹദീസിൽ നമുക്കൊക്കെ കേട്ട് പരിചയമുണ്ടാകും. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അല്ലാഹ് നൽകുന്ന പടച്ചറബിന്റെ പ്രത്യേകമായ അർശിന്റെ തണൽ, അതല്ലാത്ത വേറൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആളുകളെ അള്ളാഹു പ്രത്യേകം തണൽ നൽകി ആദരിക്കുമെന്നാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്ന്, ഇമാമുൻ ആദിൽ, നീതിമാനായ നേതാവ്, ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരി അല്ലാത്ത ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള അധികാരവും അതേപോലെ തന്നെ നേതൃത്വവും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നീതിപൂർവം
അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇടപെടാൻ സാധിച്ചാൽ ഇമാമുൻ ആദിൽ എന്നതിൽ അയാൾക്ക് പെടുവാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. രണ്ടാമത്തെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു യുവാവ്. കാരണം പൊതുവിൽ യുവത്വം എന്ന് പറയുന്നത് ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണാറുണ്ട്. ഏത് അപകടങ്ങളും ഏത് തോന്നിവാസങ്ങളും നമ്മൾ നടക്കുമ്പോൾ അവിടെ 100 പേരുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ശതമാനം യുവാക്കളും യുവതികളുമായിരിക്കും. ആ സന്ദർഭത്തിൽ തെറ്റുകളിലേക്കും തിന്മകളിലേക്കും ഇത്തരത്തിലുള്ള ദേഹേച്ഛകളുടെ പിന്നാലെ പോകാതെ സമയമായാൽ പള്ളിയിലേക്ക്, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്, ദഅവത്തിലേക്ക്, അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് വരുന്ന, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരു നിഷ്ഠയുള്ള യുവത്വ കാലഘട്ടമുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്നാണ്. മൂന്നാമത് പറഞ്ഞത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പടച്ച റബ്ബിന്റെ ഭവനങ്ങളായ പള്ളികൾ, ആ പള്ളികളുമായി ഹൃദയബന്ധമുള്ള മനുഷ്യന്മാർ, ആ പള്ളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ, ആ പള്ളിയോടുള്ള സ്നേഹവും ആദരവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ പള്ളിയുടെ അന്തസ്സിനും അഭിമാനത്തിനും ആദരവിനും നിലക്കാത്ത ഒന്നും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംഭവിക്കാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്, അഥവാ പള്ളിയുടെ അകത്ത് ഒരു അഴുക്കോ ഒരു കരടോ ഉണ്ട് എങ്കിൽ അത് മാറ്റുന്നത് പോലും ശ്രദ്ധിച്ച്, പുണ്യമുള്ള സംഗതിയാണ്. അങ്ങനെ ആ പള്ളിയെ റെസ്പെക്ട് ചെയ്ത് ആദരിച്ച് സ്നേഹിച്ച് അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കണ്ടറിഞ്ഞ്, ഒരു ബൾബ് ഫീസായിട്ടുണ്ടെങ്കിൽ, ഒരു ടാപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ആളുകൾ ചെയ്യും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാതെ അതിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ആ പള്ളിയുമായി ഹൃദയബന്ധം പുലർത്തുന്ന ആളുകൾ, അവർക്ക് നാളെ പടച്ച റബ്ബ് പ്രത്യേകമായ അർശിന്റെ തണൽ നൽകുമെന്നാണ്. പിന്നെ പറഞ്ഞത് വറജുലാനി തഹാബ്ബാ ഫില്ലാ, പലരെയും പല ആളുകളും സ്നേഹിക്കാറുണ്ട്, നമ്മൾ തന്നെ പരസ്പരം ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അവർ സംഗമിക്കുന്നതും പിരിഞ്ഞു പോകുന്നതും റബ്ബ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അഥവാ അവർ ഒരുമിച്ച് കൂടുന്നതും പിരിഞ്ഞു പോകുന്നതും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ മരിച്ചു പോകുന്നതും പടച്ച റബ്ബിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായിട്ടാണ്. അങ്ങനെ റബ്ബിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സ്, അതിനു വേണ്ടി ഒരു ഉദാരതയും അതേപോലെ തന്നെ ഒരു വിശാല മനസ്കതയും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അഞ്ചാമതായി പറഞ്ഞത് വറജുലുൻ ദഅത്തുഹു ഇംറഅ, ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ ഒരു സ്ത്രീ ക്ഷണിക്കുന്നു. ദാതു മൻസിബിൻ വജമാലിൻ, ഉന്നത തറവാട്ടിൽ പിറന്ന കുലീനയും ഉന്നത ജാതയുമായ ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു സ്ത്രീ അവിഹിതമായ മാർഗത്തിലേക്ക്, തെറ്റായ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് അവൾ ക്ഷണിക്കുമ്പോൾ, പൊതുവെ പുരുഷൻ അതിലേക്ക് താല്പര്യം കാണിച്ചാൽ സ്ത്രീ പോകുന്ന രീതിയാണ്, മാറിപ്പോകും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറുപ്പക്കാരനെ ഒരു പെണ്ണ് ക്ഷണിക്കുകയാണ്. അവിഹിതമായ തോന്നിവാസങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറപ്പില്ലാത്ത രീതിയിൽ നമ്മൾ പരസ്യമായി കാണുന്നത് പോലെ, അങ്ങനെ ഒരു ആണിനെ ഒരു പെണ്ണ് ക്ഷണിച്ചാൽ ഫഖാൽ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ പടച്ച റബ്ബിനെ ഭയക്കുന്നവനാണ്, ഞാൻ ആ തോന്നിവാസങ്ങൾക്ക്, ആ തെറ്റുകൾക്കില്ല. അത് ക്യാമ്പസിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും രഹസ്യമായി നാം ഒത്തുകൂടുന്ന ഇടങ്ങളിലാണെങ്കിലും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ശിക്ഷയെ താങ്ങുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ആ ഹറാമുകളോട് നോ പറയാൻ സാധിച്ചാൽ അള്ളാഹു അയാളെ തണൽ നൽകി ആദരിക്കും മഹ്ശറയിൽ, പരലോകത്ത് എന്നാണ്. ആറാമത് പറഞ്ഞത് വറജുലുൻ തസദ്ദഖ ബിസദഖ, ഒരാൾ സ്വതക്ക ചെയ്തു, ദാനം കൊടുത്തു. ഫഅഖ്ഫാഹാ, അത് അയാൾ ഗോപ്യമാക്കി രഹസ്യമാക്കി വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായി. പക്ഷെ പൊതുവെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ 4 ആളുകൾ അറിഞ്ഞാലേ നമുക്കൊരു മനസംതൃപ്തി ഉണ്ടാകുള്ളൂ. വിശ്വാസി അങ്ങനെയല്ല, ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി പടച്ച റബ്ബ് അറിയും, പടച്ച റബ്ബ് അതിന് പ്രതിഫലം നൽകും എന്ന് റബ്ബിന് വേണ്ടി മാത്രമായി നൽകിയ ആ സ്വതക്ക, ആ ദാനധർമ്മം, അതയാൾ മറച്ചു വെച്ചു, ഗോപ്യമാക്കി, റബ്ബിന് മാത്രം അറിയാവുന്ന ഒരു നന്മയാക്കി അയാൾ മറച്ചു വച്ചാൽ അയാൾക്കും അള്ളാഹു പ്രത്യേകമായി തണൽ നൽകി ആദരിക്കുമെന്നാണ്. ഏഴാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു, ഒഴിഞ്ഞിരുന്ന് പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് ദിക്ർ ചൊല്ലി
അതേപോലെ തന്നെ തന്റെ വീഴ്ചകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി മലിക്കുൽ ജബ്ബാറായ പടച്ചറബിന്റെ മുന്നിൽ ഞാൻ ചെല്ലുന്ന പരലോകത്തിന്റെ അവസ്ഥകൾ ഓർത്ത് തന്റെ വീഴ്ചകളും കുറവുകളും മനസ്സിലാക്കി ആരുടെയെങ്കിലും കണ്ണുനീർ ഒഴുകുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾക്കും അള്ളാഹു പ്രത്യേകമായി തണൽ നൽകി ആദരിക്കുമെന്ന്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ ഹദീസിൽ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവിടെയൊക്കെ റിജാൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ഡിതന്മാർ പറയുകയാണ്, ദിക്റു റിജാലി ഫീ ഹാദാ ലാ മഫ്ഹൂമ ലഹു, അതിനങ്ങനെ എതിര് നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല, അങ്ങനെ ഒരു ആശയമില്ല. അഥവാ ആണുങ്ങൾക്ക് മാത്രമല്ല, ബൽ യശ്തരിക്കു നിസാഉ മഅഹും ഫീമാ ദുക്കിർ, പറഞ്ഞതിലൊക്കെ ആണുങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, പ്രതിഫലമുണ്ട് എന്നതുപോലെ തന്നെ പെണ്ണിനുമുണ്ട്. അത് അറബി ഭാഷയുടെ ഒരു ശൈലിയും അനുസരിച്ചും ഹദീസിന്റെ ഖുർആനിന്റെ പ്രയോഗങ്ങളും പ്രാമാണികമായ വിശദീകരണങ്ങളും അനുസരിച്ചും പെണ്ണിനും ആണിനും ആ പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടത്തെ ചൂടിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളാൽ കഴിയുന്ന എല്ലാ വിധേനയും പരിശ്രമിക്കുമ്പോൾ ഇതിനേക്കാൾ തീക്ഷ്ണമായ സഹിക്കാൻ കഴിയാത്ത ചൂടും അതേപോലെ വിയർപ്പും പ്രയാസങ്ങളും വരാനുണ്ട് എന്ന് ഖുർആൻ ഉണർത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുമ്പോൾ അവിടെ രക്ഷപ്പെടാനുള്ള വഴികൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നേരത്തെ ഹദീസിൽ പറഞ്ഞ 7 വിഭാഗങ്ങൾക്ക് പുറമെയും മറ്റു പല ഹദീസുകളിലൂടെ പരലോകത്ത് തണൽ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വിശദമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആ ചൂടിനെ സംബന്ധിച്ചുള്ള ഒരു ജാഗ്രതയും, അവിടെ തണല് കിട്ടണം, അവിടെ ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടണം, അവിടെ ഒരു ആശ്വാസം കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി നിയ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ നഫസ അൻ ഗരീമിഹി, ആർക്കെങ്കിലും കടം കൊടുത്തു, പക്ഷെ ആ കടം തിരിച്ചു തരാൻ അയാൾക്ക് കഴിയില്ലെങ്കിൽ ആരെങ്കിലും ആ കടം വാങ്ങിച്ച ആൾക്ക് ആശ്വാസം നൽകിയാൽ, അവധി നീട്ടി നൽകിയാൽ, ഔ മഹാ അൻഹു, അതല്ലെങ്കിൽ അയാൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് തരാത്തത്, എനിക്കാണെങ്കിൽ കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ അയാൾക്ക് അത് വിട്ടുവീഴ്ച ചെയ്ത് സദഖയായി ഒഴിവാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ കാന ഫീ ളില്ലിൽ അർശി യൗമൽ ഖിയാമ, അത്തരം ആളുകൾക്ക് അർശിന്റെ തണൽ പടച്ചറബ്ബു ഒരുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ കയ്യിൽ പൈസയുണ്ടായിട്ടും വാങ്ങുമ്പോഴുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ബന്ധവും ഒക്കെ പറഞ്ഞ് പരമാവധി ഊറ്റി വാങ്ങിക്കൊണ്ടുപോയി പിന്നെ അതിനെ സംബന്ധിച്ച് യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പറഞ്ഞിട്ടുണ്ട്. അവര് സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം നന്മകൾ ചെയ്തവരാണെങ്കിലും ആ കടം എന്നത് അയാളുടെ കഴുത്തിൽ ഒരു കുടുക്കമിരിക്കും, അയാൾക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കാൻ സാധിക്കുകയില്ല. കടം വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കി, എന്നാൽ കടം വീട്ടാൻ എല്ലാവിധ മനസ്സും പരിശ്രമവും ഉണ്ടായിട്ടും സാധിക്കാത്ത സാധുവാണ് എന്ന് മനസ്സിലാക്കി കഴിവുള്ളവർ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് അവധി നീട്ടിക്കൊടുത്ത്, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചാൽ അവർക്കൊക്കെയുള്ള പ്രതിഫലമാണ് ഈ പറഞ്ഞത്. മൻ അൻളറ മുഅ്സിറൻ ഔ വളഅ അൻഹു അളല്ലഹു അല്ലാഹു ഫീ ളില്ലിഹി, ആ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു റിവായത്താണ് സ്വഹീഹ് മുസ്ലിമിലുള്ളത്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആൾക്ക് ആരെങ്കിലും ഒന്ന് സാവകാശം നൽകുന്നുവെങ്കിൽ അവർക്ക് അല്ലാഹു തണൽ നൽകുമെന്ന്. അതേപോലെ ദീനിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ, അവരെ സഹായിക്കുന്ന ആളുകൾ, അൽ ഗാസി വമൻ യുഈനുഹു, അതേപോലെ തന്നെ അത്താജിറു സദൂഖ്, സത്യസന്ധമായ കച്ചവടക്കാരൻ, ഭൗതികമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി എന്ത് തോന്നിവാസങ്ങളും എന്ത് കളവും വെച്ച് തട്ടുന്ന ആളുകളല്ല, മറിച്ച് സത്യസന്ധമായി മാന്യമായ രീതിയിൽ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു തണൽ നൽകുമെന്ന്. അതേപോലെ മോചന പത്രം എഴുതി സ്വതന്ത്രനാകാൻ കാത്തിരിക്കുന്ന ഒരു അടിമയെ സഹായിച്ചാൽ, അതുപോലെയുള്ള
രീതിയിൽ ഒരാൾക്ക് സഹായങ്ങൾ കൊടുക്കുവാൻ സാധിച്ചാൽ അവർക്കും അള്ളാഹുവിന്റെ തണൽ പരലോകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇതേപോലെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെയും നാളെ പരലോകത്തെയും പ്രയാസങ്ങളിൽ നിന്ന്, കൊടും ചൂടിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ ജമാൽ സാഹിബ് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.